നവൽനി മരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് അല്ലെ, അദ്ദേഹത്തിന് വല്ലാത്ത വിഷമത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി, അവർ തമ്മിലുള്ള ആ സ്നേഹവും അതൊക്കെ നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അനുസരിച്ച് തവളവിഷം കുത്തിവെച്ച് റഷ്യൻ ഭരണകൂടം കൊലപ്പെടുത്തി. ആ രീതിയിലാണ് ഇപ്പോൾ 5 യൂറോപ്യൻ രാജ്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പറയൂ, അപ്പൊ അത് വലിയ കോലാഹലങ്ങൾക്ക് ഇടയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സ്മിത, ഒരുപക്ഷെ ഈ ആധുനിക റഷ്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിരുന്നു അലക്സി നവൽനി എന്ന വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. റഷ്യൻ ഭരണകൂടത്തെ, അവിടുത്തെ ക്രെംലിന്റെ ഇരുമ്പ് കോട്ടകളെ ചോദ്യം ചെയ്യാൻ മാത്രം ധൈര്യമുള്ള, ഒന്നിനോട് കീഴടങ്ങാത്ത ഒരു എന്താ പറയുക സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായി മാറിയ അലക്സി നവൽനിയെ 2 വർഷം മുമ്പാണ് അദ്ദേഹം പീനൽ കോളനിയിലെ ആർട്ടിക്കിലെ ജയിലിൽ കിടന്ന് മരിച്ചത്. അതൊരു കൊലപാതകമാണെന്ന് അപ്പോൾ തന്നെ അവരുടെ പ്രിയ പത്നി യൂലിയ നവൽനി കുറ്റപ്പെടുത്തിയിരുന്നു. റഷ്യ മുഴുവൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ റഷ്യയിൽ പുട്ടിന്റെ വളരെ ഇരുമ്പ് മുഷ്ടി പോലുള്ള ഭരണത്തിനിടയിൽ അതിനെ വെല്ലുവിളിക്കാൻ ധൈര്യം കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് അലക്സി നവൽനി. അദ്ദേഹത്തെ നേരത്തെ 2020 ഈ നോവിച്ചോക്ക് എന്ന വിഷം കുത്തിവെച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. സൈബീരിയയിൽ വെച്ച് ജർമ്മനിയിലേക്ക് കൊണ്ടുപോയാണ് അദ്ദേഹത്തെ പല മാസങ്ങളോളം അബോധാവസ്ഥയിൽ കിടന്ന് അദ്ദേഹം രക്ഷപ്പെടുത്തിയത്. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത, അദ്ദേഹത്തെ ആർട്ടിക് പീനൽ കോളനിയിൽ ഈ വളരെ കൊടിയ വിഷം, സൗത്ത് അമേരിക്കയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം ഏറ്റവും കൊടിയ വിഷമെടുത്ത് കുത്തിവെച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്ന വെളിപ്പെടുത്തൽ വരുന്നു. 5 യൂറോപ്യൻ രാജ്യങ്ങളുടെ ശരീരത്തിലെ ഇതിലെ പരിശോധന നടത്തിയാണ് ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഫൈനലി രംഗത്ത് വന്നിട്ടുള്ളത്. അത് എപ്പിപാറ്റിഡിൻ എന്ന കൊടിയ വിഷമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഫ്രാൻസ്, UK, ജർമ്മനി, നെതർലാൻഡ്സ് അടക്കമുള്ള സ്വീഡൻ, ഈ 5 രാജ്യങ്ങളാണ് അവരുടെ ലാബുകളിൽ ഇതേറ്റ് ഒരുപോലെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഇത് റഷ്യക്കെതിരെ വലിയ രാഷ്ട്രീയ ആയുധമായി പുട്ടിനെതിരെ ഉപയോഗിക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങളും ലോകവും പോകുന്നത് എന്നതിൻ്റെ തരത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏത് നിലപാടെടുക്കും എന്നറിയില്ല. നവൽനിയെ രാഷ്ട്രീയ ഭീഷണിയായി കണ്ടുകൊണ്ടാണ് ആ തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പം നേരത്തെ സ്മിത പറഞ്ഞ പോലെ യൂലിയ നവൽനി ഒരുപക്ഷെ ആയിട്ടുള്ള ഒരു ബന്ധം, അവരുടെ ഏറ്റവും ഇതായിട്ടുള്ള ഒരു പ്രതീകാത്മകമായിട്ട് പ്രണയത്തിൻ്റെയൊക്കെ വലിയ ബന്ധമായിട്ടാണ് അറിയപ്പെടുന്നത്. ഭർത്താവിന് വേണ്ടി അവസാന നിമിഷം വരെ അവർ പോരാടി. പക്ഷേ ആർട്ടിക് ജയിലിൽ 19 വർഷം ജയിലിലടക്കിയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. എന്തായാലും ഇതിനിടയിൽ ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ഡ്രോണുകൾ അയക്കുന്നു. അപ്പോൾ പുട്ടിൻ 4 വർഷമായിട്ട് യുദ്ധം ജയിച്ചിട്ടില്ല. ഫെബ്രുവരി 24-ന് 4 വർഷം തികയാൻ പോവുകയാണ്. അപ്പോൾ പുട്ടിൻ ഒരു ഭാഗത്ത് യുദ്ധം ജയിക്കാൻ കഴിയുന്നില്ല, മറുഭാഗത്ത് ആഭ്യന്തരമായി പുട്ടിനെതിരെ ഏറ്റവും വലിയ ആക്രമണം വരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത്, ലോകത്തിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷെ പുട്ടിൻ ഇതൊന്നും പുത്തിരിയല്ല. നിരവധി രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കിയ ചരിത്രം പുട്ടിൻ്റെ കാലത്തുണ്ട്. അദ്ദേഹം 25 വർഷമായിട്ട് അവിടെ വലിയ നേതാവായിട്ട് തന്നെ തുടരുകയാണ്. പുട്ടിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള തരത്തിലാണ് റഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. സ്മിത, പ്രവിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.